വെൽക്കം ടു ജൊഹാൻസ് ഹാർമണി. ഞാൻ സ്റ്റീവ് ജൊഹാൻ. ഇന്ന് ഡിസംബർ 31 ഈ 2025 വർഷം നമ്മൾ വിട പറയുകയാണ്. നമ്മൾ നാളെ 2026 പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ വീഡിയോസും ഒരുപാട് ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാനായിട്ടും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ടും നടക്കാതെയും പോയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മറന്നുകൊണ്ട് നമുക്കൊരു പുതിയ വർഷത്തിലേക്ക് പുതിയൊരു പോർട്ടലിലേക്ക് നമുക്ക് കടക്കാം. ഈ ജനുവരി 1-ാം തീയതി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാധിക്കാതെ പോയ പല ആഗ്രഹങ്ങളും നമുക്ക് ഈ ഒരു പോർട്ടലിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ജനുവരി 1 എന്ന് പറയുമ്പോൾ 111 പോർട്ടലാണ്. നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പോർട്ടലാണ്. 2026 നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, മണി, ഈ സംബന്ധിച്ച 4 കാര്യങ്ങളിലുള്ള നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് സാധിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. എൻ്റെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾ 2025 ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസിലും അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ളവരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരുപാട് പണം ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഞാൻ ജനുവരി 7-ാം തീയതി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഇതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ആർക്കാണ് ഇത് വിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കണ്ടീഷൻസ്, ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് കിട്ടാൻ പോകുന്നത്, അതിനെപ്പറ്റിയുള്ള എല്ലാ കണ്ടീഷൻസും ജനുവരി 7-ാം തീയതി ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 7-ാം തീയതി അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. എല്ലാ വീഡിയോസിലും അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ എൻ്റെ ആ ഒരു കണ്ടസ്റ്റിലേക്ക് മണി ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന ആളുകളിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. 111 പോർട്ടൽ എന്ന് പറയുമ്പോൾ 1-ാം തീയതി, പിന്നെ ജനുവരി മാസത്തിൻ്റെ 1-ാം തീയതി, പിന്നെ 2026 നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 അങ്ങനെ 111 പോർട്ടൽ. ഈ ഒരു പോർട്ടലിൽ നിങ്ങളുടെ ഏത് ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇന്ന് രാത്രി നമുക്ക് 11:59 നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു 111 പോർട്ടലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക. ഗ്രീൻ കളർ കിട്ടിയെങ്കിൽ ഗ്രീൻ കളർ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു പേന എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇത് 3 എടുത്തതിന് ശേഷം നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, 2026 എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരു ഭവനമാവാം, അല്ലെങ്കിൽ ഒരു കാറാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ട്ണറെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. എന്ത് ആണെങ്കിലും ഏതെങ്കിലും ഒരു ആഗ്രഹങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയുന്ന ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യുക, ഇല്ലാത്ത ആളുകൾ കണ്ണടച്ച് വെറുതെ ഇരിക്കുക. ചിന്തകൾ എന്തു വന്നാലും വന്നു പോകട്ടെ. നമ്മൾ 5 മിനിറ്റ് നേരം നമ്മളൊരു റൂമിൽ വാതിലൊക്കെ അടച്ചിട്ട് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ, ഒരു ശല്യവും ഇല്ലാതെ ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ച്, നിങ്ങൾ ചിന്തകൾ എന്തു വന്നാലും കുഴപ്പമില്ല, ചിന്തകൾ വന്നു പോയിക്കോട്ടെ, നിങ്ങൾ 5 മിനിറ്റ് കണ്ണുകൾ അടച്ചിരിക്കുക. അതിനുശേഷം നന്നായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, ഡീപ്പായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ ശ്വാസത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കാമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. മറ്റുള്ളവർ ശല്യമില്ലാത്തൊരു സ്ഥലത്ത്, വീട്ടിനുള്ളിൽ റൂമിൽ അടച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഉത്തമം. നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹം തിരഞ്ഞെടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു ആഗ്രഹം നിങ്ങൾ ഓൾറെഡി നേടിക്കഴിഞ്ഞതായിട്ട്. നിങ്ങളിപ്പോൾ വീട് ആണ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ നിങ്ങൾ ആ ഒരു വീടിൻ്റെ പാലുകാച്ചൽ ചെയ്യുന്നതും, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും നിങ്ങളെ വന്ന് അഭിനന്ദിക്കുന്നതും, ആ ഒരു വിഷ്വൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണുക. നിങ്ങളൊരു കാറാണ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാർ നിങ്ങൾ ഓടിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് ആ കാറ്റൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മുഖത്തടിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. ജോലി കിട്ടിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോകുന്നതായിട്ടും ഓഫീസിൽ ചെന്നിരുന്ന് ജോലി ചെയ്യുന്നതും അതെല്ലാം നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾ പാർട്ട്ണറെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട്ണറുമായിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നതോ ഔട്ടിങ് പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മൂമെൻറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യുക. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു പേനയും പേപ്പറും എടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ എഴുതുക. നിങ്ങളുടെ എന്താണ് ആഗ്രഹം. ആ വീട് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച സ്വപ്നഭവനം എനിക്ക് നൽകിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചതിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി. ഞാൻ ആഗ്രഹിച്ച 10 ലക്ഷം രൂപ നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി. അല്ലെങ്കിൽ ഞാൻ
ആഗ്രഹിച്ച ക്വാളിറ്റിയുള്ള പാർട്ട്ണറെ എനിക്ക് തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്താണോ എഴുതുന്നത് ആ ഒരു കാര്യം നിങ്ങൾ 11 തവണ എഴുതുക. 11 എഴുതിയതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് പറയുക, ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ആ ഒരു നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങളത് പറയുക. പറഞ്ഞതിന് ശേഷം എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഈ ഒരു കാര്യം നിങ്ങൾ അതേപോലെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അതേപോലെ നിങ്ങൾ എന്താണോ അതിൽ എഴുതിയ അഫർമേഷൻസ്, ആ ഒരു അഫർമേഷൻസ് എനിക്ക് 10 ലക്ഷം രൂപ നേടിത്തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ മടക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിടക്കുന്ന അടിയിൽ നിങ്ങൾക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാം. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ പറയുക, ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്. നിങ്ങൾ 3 പ്രാവശ്യം പറയുക. അതിനുശേഷം എൻ്റെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സഹായിച്ച പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് നിങ്ങൾ 3 പ്രാവശ്യം പറയുക. അതിനുശേഷം എന്താ ആഗ്രഹമാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, വീടാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വപ്ന ഭവനം നേടിത്തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. എനിക്ക് ആ ഒരു സ്വപ്ന ജോലി ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ക്വാളിറ്റിയുള്ള പാർട്ട്ണർ തന്നതിന് എനിക്ക് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ 3 വട്ടം നിങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളത്തിനോട് പറയുക. വെള്ളത്തിന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു വെള്ളം കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു എഴുതി വെച്ചേക്കുന്ന പേപ്പർ മടക്കി നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ദിവസം ആ ഒരു പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കത്തിച്ച് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ആ ഒരു പേപ്പർ കുതിർന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ചെടിയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ചിട്ട് ആ ചാരം നിങ്ങൾക്ക് പറത്തി കളയാവുന്നതാണ്. നിങ്ങൾ അതിനുശേഷം ഈ ഒരു ആഗ്രഹത്തിനെ പറ്റി നിങ്ങൾ വിട്ടുകളയുക, അത് പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു എന്ന് നിങ്ങൾ ഓൾറെഡി വിശ്വസിക്കുക. ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത്. ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചില ആളുകൾക്ക് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നിരിക്കും. നിങ്ങളിത് പല ദിവസങ്ങളിലായിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിത് ആ ഒരു വളരെ 100% വിശ്വസിച്ച് നിങ്ങൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങളിത് പറയുമ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ, ഇന്നത്തെ ഒരു ദിവസത്തിനുള്ളിൽ രാത്രി 11:59 മുമ്പായിട്ട് നിങ്ങൾ 11 പ്രാവശ്യം നിങ്ങളിത് എഴുതിയതിന് ശേഷം ഈ രീതിയിൽ 3 പ്രാവശ്യം വെള്ളത്തിനടുത്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറന്നു കളയുക. പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും 2026 നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു പുതുവർഷം നിങ്ങൾക്ക് നേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ.